നമ്മൾ രണ്ട് ആപ്ലിക്കേഷൻ കണ്ടു. ഫസ്റ്റ് വൺ ടു ചെക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ് ആണോ ഓർ നോട്ട് എന്നുള്ളത്, തന്നിരിക്കുന്ന ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ കണ്ടത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി. ഇത് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു കൺവേർട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ എന്നാണ്. നമ്മൾ രണ്ട് ആപ്ലിക്കേഷൻ ഇപ്പോൾ പഠിച്ചിരുന്നു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ചെക്ക് ദ ഗിവൺ ഇക്വേഷൻ ഹിസ് കറക്റ്റ് ഓർ നോട്ട്, തന്നിരിക്കുന്ന ഇക്വേഷന് കറക്റ്റ് ആണോ അല്ലയോ എന്ന്. ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ടു കൺവേർട്ട് ദ വാല്യൂ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ. അതായത് നമുക്ക് ഒരു സിസ്റ്റത്തിൽ അതായത് ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. CGS, FPS, MKS, ദെൻ SI യൂണിറ്റ്. ഈ ഏതെങ്കിലും സിസ്റ്റത്തിൽ നമുക്ക് വേറൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനെ കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഒന്നാണ് മീറ്റർ നമ്മൾ സെൻറ്റിമീറ്ററോട്ടും സെൻറ്റിമീറ്ററിനെ മീറ്ററോട്ടും കൺവേർട്ട് ചെയ്യാറുണ്ട്. മീറ്റർ എന്ന് പറയുന്നത് SI യൂണിറ്റാണ്. സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിലുള്ളതാണ്. സോ നമ്മൾ യൂഷ്വലി നമ്മൾ മീറ്ററിനെയും സെൻറ്റിമീറ്ററിനെയും കിലോമീറ്ററിനെയും മീറ്ററിലോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാറുണ്ട്. സോ ഇത് എങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് പ്രോബ്ലത്തിലൂടെ നമുക്ക് നോക്കാം. ഇവിടെ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിഡ് നോട്ട് ചേഞ്ച് ഫ്രം വെൻ വി ചേഞ്ച് ദ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി മാറത്തില്ല. ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്ന് വേറൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും സെയിം തന്നെയായിരിക്കും. ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിവിടെ ചെയ്യുന്നത്. നമുക്ക് ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ വേറെ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്നത് അതിൽ നമ്മൾ പറഞ്ഞിരുന്നു മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഒരു സിസ്റ്റത്തിലുള്ളത് സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞിരുന്നു ഡയമെൻഷൻ നമ്മൾ MLT ടേംസിലാണ് എഴുതുന്നത്. ദെൻ ഈ N1 എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. ദെൻ N1 M1 raised to X, L1 raised to Y ആൻഡ് T1 raised to Z. ഇതാണ് ഒരു സിസ്റ്റത്തിലുള്ളത്. ഈക്വൽ ടു അനദർ സിസ്റ്റത്തിലുള്ളത് ഇങ്ങനെയാണ് ഇത് എടുക്കുക. N2 എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റൻറ്റ് N2 ഇൻറ്റു M2 raised to X, L2 raised to Y ആൻഡ് T2 raised Z എന്ന് കിട്ടി. T2 raised to Z. ഇങ്ങനെയാണ് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉള്ളത് എങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈക്വൽ ഇട്ട് എഴുതിയിരിക്കുന്നത്. ഇനി സപ്പോസ് നമുക്ക് ഇത് തന്നിട്ടുണ്ട്, ഇതെല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് N2 ടേംസിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതുക? N2 ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും N1 M1 raised to X, L1 raised to Y, T1 raised to Z divided by M2 raised to X, L2 raised to Y ആൻഡ് T2 raised to Z എന്ന് എഴുതുക. ദെൻ നമുക്കിതിൽ നിന്ന് N2ഉം അതിൻ്റെ നെക്സ്റ്റ് സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻ നമുക്ക് കിട്ടും. സോ നമ്മൾ രണ്ട് സിസ്റ്റംസും ഇങ്ങനെ എഴുതി. സപ്പോസ് നമുക്ക് SI സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് ആൻഡ് ഇതാണ് CGS സിസ്റ്റം എങ്കിൽ നമ്മൾ SI സിസ്റ്റം ഈക്വൽ ടു CGS സിസ്റ്റം എന്ന് എഴുതി. ദാറ്റ് ഈസ് നമ്മുടെ ജൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഹീറ്റിൻ്റെ അല്ലെങ്കിൽ വർക്കിൻ്റെ SI യൂണിറ്റാണ്. അതിനെ നമുക്ക് CGS സിസ്റ്റത്തിലേക്കൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് കൺവേർഷൻ ഇങ്ങനെ ചെയ്യാം. N1 M1 raised to X, L1 raised to Y, T1 raised to Z equal to N2 M2 raised to X, L2 raised to Y, T2 raised to Z എന്ന് എഴുതിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാം. ഇവിടെയുള്ള ക്വസ്റ്റ്യൻ 1 ജൂൾ ഈക്വൽ ടു ഡാഷ് എർഗ് എന്നാണ്. ജൂൾ എന്ന് പറയുന്നത് വർക്കിൻ്റെ SI യൂണിറ്റാണ്. ദെൻ ഈ റൈറ്റ് സൈഡിലും എന്ത് തന്നെയായിരിക്കും? വർക്കിൻ്റെ തന്നെ ആയിരിക്കണം, പക്ഷേ വേറൊരു സിസ്റ്റത്തിലാണ്. ഈ എർഗ് എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിലാണ് ഉള്ളത്. ദെൻ നമുക്ക് ഈ 1 ജൂൾ ഈക്വൽ ടു ഡാഷ് ഇത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ വാല്യൂ ഈ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം 1 ജൂൾ എന്ന് പറയുന്നത് ജൂൾ ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -2 ആണെന്നറിയാം. സോ ഇതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു ടേബിൾ വരയ്ക്കുക. ടേബിൾ വരച്ച് ഏതാണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നോക്കുക.
ഓക്കെ, നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി വർക്കാണ്. സോ നമ്മളവിടെ വർക്ക് എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് നമുക്ക് 2 സിസ്റ്റംസ് ഉണ്ട്. സോ ഒന്ന് SI സിസ്റ്റം, രണ്ടാമത്തേത് CGS സിസ്റ്റം. അത് നമ്മൾ എഴുതി. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല എഴുതുക. വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. mL² T⁻² എന്ന് കിട്ടി. mL² T⁻². ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് N1 N2ൻ്റെ വാല്യൂസ് എഴുതണം. N1 എന്ന് പറയുന്നത് N2 എന്ന് പറയുന്നത് ഫിസിക്കൽ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കോൺസ്റ്റൻ്റ് ആണ്. N1 ഈക്വൽ ടു ഇവിടെ 1 ആണ്. ദെൻ N1 ഈക്വൽ ടു 1 എഴുതി. നമുക്ക് ഈ N2 അറിയില്ല. N2 ഈക്വൽ ടു നമ്മൾ അറിയത്തില്ല, അത് അവിടെ ഇട്ടു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ MLT ഇത് 3ൻ്റെ എഴുതുക. ഓക്കെ, നമുക്കിവിടെ അറിയാം, ഇവിടെ നമുക്ക് m⁻1 L⁻², T⁻² ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, അത് നമുക്ക് ഇവിടെ എഴുതണം. ഇതിൻ്റെ എല്ലാ പവേഴ്സും എഴുതുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് x ഈക്വൽ ടു 1 ഇട്ടു. ദെൻ ഇവിടെ നമുക്ക് ഉള്ളത് m എന്ന് പറയുന്ന മാസ്, ദാറ്റ് ഈസ് കിലോഗ്രാമിലാണുള്ളത്. ദാറ്റ് ഈസ് m ഈക്വൽ ടു 1 kg എന്ന് കിട്ടി. ആൻഡ് ഇവിടെ m എന്ന് പറയുന്ന ഗ്രാമിലാണ്. ഇനി ഇവിടെ നെക്സ്റ്റ് L⁻² ആണ്. ദാറ്റ് ഈസ് x, y, z ആണ്. ദെൻ y ഈക്വൽ ടു 2 ആണ്. ദെൻ ഇവിടെ നമുക്ക് നെക്സ്റ്റ് L ആണ്. ദിസ് L ഈക്വൽ ടു ലെങ്ത് ഈസ് ഈക്വൽ ടു മീറ്ററിലാണ്. ദാറ്റ് ഈസ് 1 മീറ്റർ എഴുതി. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലാണ്. L ഈസ് ഈക്വൽ ടു സെൻറ്റിമീറ്ററിലാണ്. ദാറ്റ് ഈസ് cm എന്ന് എഴുതി. ദെൻ ഇവിടെ നെക്സ്റ്റ് XY Z-ൽ Z-ൻ്റെ വാല്യൂ നമുക്കറിയാം. y ഈക്വൽ ടു ഇവിടെ 2 ആണ്. ദെൻ Z ഈക്വൽ ടു -2 ആണ് കിട്ടിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇവിടെ x y z ടേംസ്, m⁻x L⁻y T⁻z എന്നുള്ളത്. ദെൻ Z ഈക്വൽ ടു -2. ദെൻ ടിയുടെ ടേംസ് എഴുതുക. T ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 1 സെക്കൻഡ് ആണ്, അത് അവിടെ എഴുതി. ദെൻ ഇവിടെ T ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ എല്ലാ ഇക്വേഷൻസ് നമുക്ക് N1 N2 ഈസ് ഈക്വൽ ടു നമ്മളിപ്പം ജനറൽ ഇക്വേഷൻ കണ്ടിരുന്നു, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് വി ഗെറ്റ് N2 ഈക്വൽ ടു N1ൻ്റെ വാല്യൂ 1 ആണ്. 1. ദെൻ ഫസ്റ്റ് ഉള്ളത് കിലോഗ്രാമിലാണ്. kg 1 kg റേസ് ടു എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1. ദെൻ ഇവിടെ താഴെയുള്ള ഗ്രാമിലാണ്. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ g⁻1 വന്നു. ദെൻ നെക്സ്റ്റ് വൺ ലെങ്തിൻ്റേത്, ദാറ്റ് ഈസ് 1 മീറ്റർ ഡിവൈഡഡ് ബൈ 1 സെൻറ്റി, ദാറ്റ് ഈസ് സെൻറ്റിമീറ്ററിലാണ്. ഓൾ ടു ദ പവർ വൈയുടെ വാല്യൂ 2 ഇട്ടു. ദെൻ ഇസഡിൻ്റെ വാല്യൂ 1/1 സെക്കൻഡ് ബൈ 1 സെക്കൻഡ് ഓൾ ടു ദ പവർ -2. ഓൾ ടു ദ പവർ -2 ആണ്. ഇനി നമ്മളിത് എന്ത് ചെയ്യണം, കിലോഗ്രാമിനെ ഗ്രാമിലേക്കും മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടും എല്ലാം കൺവേർട്ട് ചെയ്യണം. സെക്കൻഡ് തന്നെയാണ്, അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. Now we get N2 ഈക്വൽ ടു കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം 1000 ആണ്. 1000 ഗ്രാം ബൈ ഗ്രാം ഓൾ ടു ദ പവർ 1. ദെൻ ഇവിടെ മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയാൽ 100 ആണെന്നറിയാം. 100 സെൻറ്റിമീറ്റർ ബൈ സെൻറ്റിമീറ്റർ ഓൾ ടു ദ പവർ 2 വന്നു. ദെൻ ഇവിടെ 1 സെക്കൻഡ് ബൈ 1 സെക്കൻഡ് ആണ്. ഓൾ ടു ദ പവർ -2 ആണ്. നമുക്കറിയാം അതിൻ്റെ വാല്യൂ 1⁻⁻² വരെ. 1⁻⁻² എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് വി ഗെറ്റ് ഈക്വൽ ടു, ഓർ നമ്മൾ എഴുതിയാൽ കിട്ടുന്നത് 1s/1s ഓൾ റേസ് ടു -2 എന്ന് വരും. ദെൻ ഈക്വൽ ടു 1000 ഇൻറ്റു ഗ്രാമും പോയി, ദാറ്റ് ഈസ് 1000 ഇൻറ്റു 100 സ്ക്വയർ എന്ന്, ദാറ്റ് ഈസ് 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ
4 zeros വരും. 1 2 3 4 then into 1 വന്നു. then equal to second cancel ആയി equal to എത്ര zeros ഉണ്ട്? 1 2 3 4 5 6 7 1 2 3 4 5 6 7 zeros വന്നു. that is equal to 10⁻⁷ വന്നു. ഓക്കെ, then 10⁻⁷ ആണ് നമുക്ക് N2ൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് 1 ജൂൾ ഈക്വൽ ടു നമുക്ക് ആൻസർ കിട്ടും 1 ജൂൾ ഈക്വൽ ടു 10⁻⁷ എർഗ് എന്ന് കിട്ടും. 1 ജൂൾ ഈക്വൽ ടു 10⁻⁷ എർഗ് എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ജൂളിനെ എർഗിലോട്ട് സെൽഷ്യസ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിൻ്റെ ഡയമെൻഷൻ ഫോമിൽ എഴുതുന്നു. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം, അതിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം 2 കോളംസ് ആയിട്ട് എഴുതുക. N1 N2 നമ്മൾ കണ്ടിരുന്നു. N1 M1 M1⁻x L1⁻y T1⁻z എന്ന് എഴുതിയിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും എഴുതുക. അതിലെ പവേഴ്സ് എഴുതുന്നില്ല എന്നുള്ളൂ. MLT ഇവിടെ എഴുതി, ഇതും MLT എഴുതി. കിലോഗ്രാം ദെൻ മീറ്ററിൽ സെക്കൻഡിൽ, ഇവിടെ ഗ്രാമിലാണ് തന്നിരിക്കുന്നത്, സെൻറ്റിമീറ്ററിലാണ്, സെക്കൻഡിലാണ്, അത് എഴുതി. നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ നേരത്തെ നമ്മൾ കണ്ടിരുന്ന ആ ഇക്വേഷൻ എഴുതി അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ വി ഗെറ്റ് ആൻസർ 10⁻⁷ എർഗ് എന്ന് കിട്ടും.